വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ശ്രീകൃഷ്ണന് നമസ്കാരം. നാം ഭഗവത്ഗീതയിൽ കർമ്മയോഗത്തിലൂടെ ജീവാത്മാവ് ശരീരം സ്വീകരിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയാണെന്നും കർമ്മത്തിൻ്റെ രീതികളെക്കുറിച്ചും മനസ്സിലാക്കി. കർമ്മരീതികളെക്കുറിച്ച് മോഡ് ഓഫ് കർമ്മ എന്ന എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിവരിച്ചിരുന്നു. തുടർന്ന് കഠോപനിഷത്തിലെ ഒരു രഥകൽപ്പനയിലൂടെ ഈ കർമ്മഗതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവ ച ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാന്യാഹോ വിഷയാംസ്തേഷു സഞ്ചരൻ ആത്മേന്ദ്രിയമനോ യുക്തം ഭുക്തേത്യാഹുർമനീഷിണഃ. ഈ വാക്യങ്ങൾ നാം കർമ്മത്തിനെ എങ്ങനെ ചെയ്ത് മുക്തി പ്രാപിക്കണം എന്നുള്ളതാണ് വിവരിക്കുന്നത്. അതിന് ഒരു രഥകൽപ്പനയിലൂടെയാണ് വിവരിച്ചിരിക്കുന്നത്. ഈ ശരീരത്തെ ഒരു തേരായിട്ടും ആത്മാവിനെ ആ തേരിൻ്റെ ഉടമസ്ഥനായിട്ടും അറിയുക. ഈ തേരിനെ വലിക്കുന്ന കുതിരകൾ ജ്ഞാനേന്ദ്രിയങ്ങളാണ്, അതായത് കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. ഇനി രൂപം, രസം, ഗന്ധം മുതലായ പ്രകൃതിയിലെ വിഷയങ്ങളാണ് കുതിരകൾക്ക് പോകാനുള്ള മാർഗങ്ങൾ. കുതിരകളെ നിയന്ത്രിക്കാനുള്ള കടിഞ്ഞാണായിട്ട് മനസ്സിനെയും തേരാളിയായി ബുദ്ധിയെയും പറഞ്ഞിരിക്കുന്നു. ജീവാത്മാവാണ് ഈ തേരിൻ്റെ ഉടമസ്ഥൻ. കാലചക്രത്തിലാണ് ഈ തേർ സഞ്ചരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ അവയ്ക്കിഷ്ടമുള്ള വിഷയസുഖത്തിൻ്റെ പുറകെ ഓടിയാൽ തേരിന് നേരായ പാതയിൽ പോകാൻ സാധിക്കാതെ വരും. എന്ന് വെച്ചാൽ കുതിരകൾ രഥത്തെ ഓരോ വഴിക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഇന്ദ്രിയങ്ങൾ ഈ ദേഹത്തെ ഓരോ മാർഗത്തിലൂടെ നയിക്കും. കുതിരകളെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണ് പോലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതാണ് മനസ്സ്. മനസ്സിലാണ് എല്ലാ ഇന്ദ്രിയങ്ങളിൽ നിന്നുമുള്ള അറിവുകളും വികാരങ്ങളും വന്നു ചേരുന്നത്. തേരാളി കടിഞ്ഞാൺ പിടിച്ച് കുതിരകളെ നിയന്ത്രിക്കുന്നത് പോലെ ബുദ്ധി കാമക്രോധാദി വികാരങ്ങളിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെ തെറ്റായ പാതകളിൽ നിന്ന് പിൻവലിച്ച് ധാർമ്മികമായ പാതയിൽ നയിക്കണം. അതിന് ബുദ്ധിസ്ഥാനത്ത് തേരാളിയായി ഭഗവാനെ ഇരുത്തിയാൽ ശരീരമാകുന്ന രഥം ഭഗവാനാൽ നിയന്ത്രിക്കപ്പെട്ട മനോബുദ്ധികളോടുകൂടി ഇന്ദ്രിയങ്ങളെ സ്വാധീനിച്ച് നേരായ പാതയിൽ തെളിക്കും. അങ്ങനെ ഈ രഥം ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യും. മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനം മോക്ഷമാണ്. ഈ രഥകൽപ്പന കഠോപനിഷത്തിൽ ഉള്ളതാണ്. ഭഗവത്ഗീത ഉപനിഷത്തുക്കളുടെ സാരാംശമാണ്. നചികേതസ് എന്ന ബാലൻ യമരാജാവിൽ നിന്ന് സ്വീകരിക്കുന്ന ഉപദേശമാണ് ഇത്. നമുക്കും ഇത് വളരെ നന്മ തരുന്ന ഉപദേശമാണ്. ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് വിവേകത്തോടുകൂടി പെരുമാറുന്ന ഒരാൾക്ക് ഇന്ദ്രിയങ്ങൾ സ്വാധീനങ്ങളായിരിക്കും, എന്ന് വെച്ചാൽ നിയന്ത്രണത്തിലായിരിക്കും. അങ്ങനെയുള്ള ആളുടെ ജീവിതം സഫലമായി ലക്ഷ്യസ്ഥാനത്തിലെത്തും. നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയങ്ങൾ ശരീരത്തിനെ നാശത്തിലോട്ട് നയിക്കും. ഇതാണ് ഇതിലൂടെ നാം പഠിക്കുന്ന ഗുണപാഠം. ഭഗവത്ഗീത ഉപനിഷത്തിൻ്റെ സാരാംശമാണ്. ഭഗവത്ഗീതയിലെ മുഖചിത്രം രഥകൽപ്പനയാണ്. ഈ ചിത്രത്തിൽ
ബുദ്ധിയുടെ സ്ഥാനത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനെയും ജീവാത്മാവിൻ്റെ സ്ഥാനത്ത് അർജുനനെയും ചിത്രീകരിച്ചിരിക്കുന്നു. ഇനി ഭഗവാനിൽ നിന്ന് തുടർന്നുള്ള ഗീതോപദേശങ്ങൾ ശ്രവിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.